ഡോക്ടർ വിനിത വിശ്വം, ഡെന്റിസ്റ്റാണ്. നമ്മളുടെ പല്ലിൻ്റെ ആരോഗ്യത്തിനെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണ് പല്ലിൻ്റെ ആരോഗ്യം? എപ്പോഴാണ് അനാരോഗ്യം ഉണ്ടാവുന്നത്? ഓഫ് കോഴ്സ് പല്ല് കേടാവുമ്പോഴല്ലേ. അപ്പോൾ മാത്രമല്ല, നമ്മളുടെ പല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നമ്മളുടെ മൂണം, നമ്മളുടെ നാവ്, നമ്മളുടെ ചുണ്ട്, നമ്മളെ കവിള്, അതിന് താഴോട്ട് പോകുമ്പോൾ നമ്മളുടെ ടോൺസിൽസ്, നമ്മളുടെ മൂക്ക്, ഇതെല്ലാം ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. എന്തിനേറെ പറയുന്നു, ചെവിയും കണക്റ്റഡ് ആണ്. നമ്മളുടെ എൻറ്റയർ ബോഡി നമ്മളുടെ വായുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മളുടെ വായിൽ വരുന്ന എന്തൊരു സൈനും നമ്മളുടെ ബോഡിയിൽ വരുന്ന അസുഖങ്ങളുടെ സിഗ്നൽസ് ആണ്. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നല്ലേ പറയാം. നമ്മുടെ ശരീരത്തിൻ്റെ കണ്ണാടിയാണ് വായ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ വായ ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് പല്ലിൻ്റെ ആരോഗ്യം, നമ്മളുടെ വായ ആരോഗ്യത്തോടെയാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക? അതിരിക്കട്ടെ, നിങ്ങൾക്ക് വായിൽ കുട്ടികളാകുമ്പോൾ 20 പല്ലുകളും വലിയ ആളുകളാകുമ്പോൾ 32 പല്ലുകളും ഉണ്ടെന്നറിയാലോ. ഈ 32 എണ്ണത്തിൽ ഒന്ന് പോയാലും ബാക്കി 31 എണ്ണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നവരാണോ? ഈ ഭാഗത്തൊരു പല്ലുവേദന വന്നാൽ ഈ ഭാഗത്ത് വെച്ച് ചവച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നവരാണോ? കുറച്ച് ചോര വന്നു നിൽക്കുക പല്ല് തേക്കുമ്പോൾ, അത് സാരമില്ല, ഒന്ന് വായ നന്നായി കഴുകിയ, ഒന്ന് ഉപ്പുവെള്ളത്തിൽ കഴുകിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് കരുതുന്നവരാണോ? കുട്ടികൾ ഒരു പല്ലുവേദന പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞു പോകുന്ന പല്ലല്ലേ, സാരില്ല എന്ന് പറയുന്നവരാണോ? നിരതെറ്റിയ പല്ലുകൾ കാണുമ്പോൾ ഭംഗി കൂട്ടാനുള്ള മാർഗമാണെന്ന് കരുതുന്നവരാണോ? നിങ്ങൾക്ക് തെറ്റി കേട്ടോ. ഇത് മാത്രമല്ല, ഇതിലപ്പുറത്തേക്ക് ഇതിൻ്റെ പിന്നോടിയായിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളുടെ ഓരോ പല്ലും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓരോ ആവശ്യങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എങ്ങനെയാണ് പല്ല് സംരക്ഷിക്കേണ്ടത്? എങ്ങനെയാ പല്ല് സംരക്ഷിക്കുക? അതെ, പല്ല് തേച്ചുകൊണ്ട് തന്നെയാ പല്ല് സംരക്ഷിക്കുക. എങ്ങനെയാ പല്ല് തേക്കുക? ബ്രഷ് ഉപയോഗിക്കണോ? ഉപയോഗിക്കാതെ പല്ല് തേച്ചാൽ എന്താ കുഴപ്പം? പേസ്റ്റ് വേണോ? പേസ്റ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ എങ്ങനെയാ? ഏത് പേസ്റ്റാണ് നല്ലത്? വായ എങ്ങനെയാ കഴുകുക? എങ്ങനത്തെ ഭക്ഷണമാണ് നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന് നല്ലത്? കുട്ടികൾക്ക് എങ്ങനത്തെ ഭക്ഷണം കൊടുക്കണം? കുട്ടികൾക്ക് എപ്പം മുതൽ പല്ല് തേപ്പിക്കണം? നിങ്ങളുടെ കുട്ടികൾ വാ തുറന്ന് ഉറങ്ങുന്നുണ്ടോ രാത്രി? നിങ്ങൾ കൂർക്കം വലിക്കാറുണ്ടോ? ഇതെല്ലാം നമ്മുടെ വായയുടെ ആരോഗ്യം, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇതിന് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ഇതിന് ചികിത്സ തേടാൻ നിങ്ങൾക്ക് അറിവ് നേടാൻ നിങ്ങൾക്ക് മടിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താ നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത്? സമയക്കുറവാണോ? അതോ മടി തന്നെയാണോ? അതോ അറിവില്ലായ്മയാണോ? ഇതെല്ലാം നമുക്ക് പരിഹരിക്കണം അല്ലേ? ഓഫ് കോഴ്സ്, വായയുടെ ആരോഗ്യത്തിനെ കുറിച്ച് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങളുടെ മടിയും സമയക്കുറവെല്ലാം നിങ്ങൾ മാറ്റിവെച്ച് നമ്മുടെ ശരീരത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മളുടെ ദന്താരോഗ്യം, നമ്മളുടെ വായയുടെ ആരോഗ്യം, പല്ലിൻ്റെ ആരോഗ്യം, ഓറൽ ഹെൽത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ സംശയങ്ങൾക്കും നിങ്ങളുടെ മുഴുവനാകാത്ത കുഞ്ഞു കുഞ്ഞു അറിവുകൾക്കും എല്ലാം വ്യക്തത നൽകാനായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും കൂടുതൽ വീഡിയോകളുമായിട്ട്. താങ്ക് യു ഓൾ.